പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയുന്നത് ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു ന്യൂസാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് ലൈഫ് പദ്ധതിയുടെ അനേകം വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, കാരണം പല ആൾക്കാരും കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് പുതിയതായിട്ട് എങ്ങനെ അപേക്ഷിക്കാൻ കഴിയും, എപ്പോൾ അപേക്ഷിക്കാൻ കഴിയും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രകടന പത്രികയാണ്. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവവും അതുപോലെ തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. എങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിലവിൽ ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലാണ് ഇപ്പോൾ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് വന്നത്. ലൈഫ് പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം നിലവിൽ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ഇനിയും വീട് കിട്ടാനുണ്ട്. അപ്പം അവരിപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് നൽകാനുള്ള നടപടി തുടങ്ങും എന്നാണ്. അതായത് അവർ അധികാരത്തിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ നിലവിൽ ലിസ്റ്റിലുള്ള ആളുകൾക്ക് മുഴുവനും കൊടുക്കുകയും അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് അപേക്ഷ അവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അവർക്കും വീട് കൊടുക്കുമെന്നാണ്. അതായത് മുഴുവൻ ഭവനരഹിതരില്ലാത്ത ഒരു കേരളം, അതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യവും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ അസുഖമുള്ളവർക്ക്, കിടപ്പ് രോഗികൾക്ക് വലിയ ആശ്വാസമാകുന്ന കുറേ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ UDF ഒരു ഭവന പദ്ധതി, അതായത് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് ഒരു ഭവന പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലൈഫ് പദ്ധതി അവർ നിർത്തലാക്കുമെന്നും ഒക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ പുതുതായിട്ട് ഈ അവരുടെ പ്രകടന പത്രികയിൽ ഈ വീടില്ലാത്തവർക്കും അതുപോലെ സ്ഥലമില്ലാത്തവർക്കും എന്ത് ചെയ്യുമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്താകും എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് പറയുമ്പോൾ അത് വോട്ട് പിടിക്കാനെന്നുള്ള രീതിയിലൊക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയാഞ്ഞത്. ഈ വീഡിയോ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ലൈഫ് പദ്ധതിയിൽ 2.0 എന്നും പറഞ്ഞാണ് പദ്ധതി വരുന്നത്.